എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്ത് തീരുമാനം എടുക്കുന്ന സമയത്തും അതിന് നമ്മളെല്ലാവരും ജ്യോതിശാസ്ത്രത്തെ ആശ്രയിക്കാറുണ്ട്. വീട് വയ്ക്കുന്ന സമയത്തായാലും, കാറ് വാങ്ങുന്ന സമയത്തായാലും, വിവാഹ കാര്യത്തിനായാലും തുടങ്ങി എന്തിനും ഏതിനും നല്ല സമയം നോക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. വിവാഹവും വീട് വയ്ക്കുന്നതും പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഒരു വാഹനം വാങ്ങിക്കുക എന്നുള്ളതും. സ്വന്തമായിട്ടൊരു വാഹനം എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ദീർഘകാലത്തെ ആലോചനകൾക്ക് ശേഷമായിരിക്കും പലരും ഒരു വാഹനം സ്വന്തമാക്കുന്നത്. സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെ ആയിരിക്കും അതിനെ പലരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് നല്ല സമയം നോക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കാറ് അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിക്കുന്ന സമയത്ത് ജ്യോതിഷപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വാഹനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മളൊരു വാഹനം സ്വന്തമാക്കേണ്ടത്. ജ്യോതിഷപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മളൊരു വാഹനം സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് ജീവിതത്തിലുടനീളം നമുക്ക് ഉപകരിക്കുന്ന ഒന്നായിട്ട് മാറും. അല്ല എന്നുണ്ടെങ്കിൽ ചില ഘട്ടങ്ങളിലെങ്കിലും ആ ഒരു വാഹനം നമുക്ക് തിരിച്ചടികൾ സമ്മാനിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഈ പറയുന്നത് പോലെയുള്ള ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം വാഹനങ്ങൾ വാങ്ങിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു വ്യക്തിയുടെ ജാതകവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഒരു കാർ അല്ലെങ്കിൽ ബൈക്ക് സ്വന്തമാക്കുക എന്നത്. വ്യക്തിയുടെ ലഗ്നകുണ്ടലി അഥവാ ജനനപത്രം അനുസരിച്ച് ലഗ്നകുണ്ടലിയുടെ 4ാമത്തെ ഗ്രഹം ഒരു വാഹനത്തിന്റെ ഉടമയാകാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ശുക്രൻ ലഗ്നകുണ്ടലിയിലെ 4ാമത്തെ ഗ്രഹത്തിലെത്തുമ്പോൾ ആ വ്യക്തി തീർച്ചയായും ഒരു വാഹനത്തിന്റെ ഉടമയായി മാറുമെന്ന് ജ്യോതിശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് അപകടങ്ങളെ കുറിച്ച് ഓർത്തു തന്നെയാണ്, അല്ലെ? രാഹുവിന്റെയും കേതുവിന്റെയും അപഹാരങ്ങളാണ് അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. രാഹുവും കേതുവും ഒരു വ്യക്തിയുടെ ലഗ്നകുണ്ടലിയിലെ ഒരേ പാതയിൽ വരുന്ന പക്ഷം അപകടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം തന്നെ നിങ്ങൾ ഒരു കാറ് വാങ്ങിക്കുന്ന സമയത്ത് നിറത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു വാഹനം വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ഏത് നിറത്തിലുള്ള വാഹനം വാങ്ങണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിറം തിരഞ്ഞെടുത്തിട്ടുണ്ടാകും. സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങിക്കുന്ന സമയത്ത് കാറിന്റെ നിറം തിരഞ്ഞെടുക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. എന്നിരുന്നാലും നിറങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ചില നിറങ്ങൾ ചിലർക്ക് ഏറെ അനുയോജ്യമായിരിക്കും. ഓരോ വ്യക്തികളുടെയും രാശിയുടെയും ജനന സമയത്തെ ചന്ദ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും യോജിച്ച നിറം ഏതെന്ന് കണ്ടെത്തുന്നത്. അത്തരം നിറങ്ങൾ വാഹനങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. വാഹനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഓരോ രാശിക്കാർക്കും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തമമായിട്ടുള്ള നിറങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയാം. മേടം രാശി. മാർച്ച് 21 മുതൽ ഏപ്രിൽ 19 വരെയുള്ളവരാണ് മേടം രാശിയിൽ വരുന്നത്. ഈ രാശിക്കാരുടെ അധിപതി എന്ന് പറയുന്നത് കുജനാണ്. ഈ രാശിക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള നിറങ്ങൾ ചുവപ്പ്, മഞ്ഞ, കുങ്കുമം എന്നിവയാണ്. ഇടവം രാശി. ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെയാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിയുടെ അധിപതി വരുന്നത് ശുക്രനാണ്. ഈ രാശിക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനങ്ങളുടെ നിറം വെളുപ്പ്, പച്ച, കറുപ്പ് എന്നിവയാണ്. അടുത്തത് മിഥുനം രാശിയാണ്. മെയ് 21 മുതൽ ജൂൺ 20 വരെയാണ് മിഥുനം രാശിയിൽ വരുന്നത്. മിഥുനം രാശിയുടെ അധിപതി ബുധനാണ്.
ഈ രാശിക്കാരുടെ വാഹനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള നിറം ചുവപ്പ്, ഇളം പച്ച, ചാരനിറം എന്നിവയാണ്. കർക്കിടകം രാശി. ജൂൺ 21 മുതൽ ജൂലൈ 20 വരെയാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. കർക്കിടകം രാശിയുടെ അധിപതി ചന്ദ്രനാണ്. ഈ രാശിക്കാരുടെ വാഹനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള നിറം വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ എന്നിവയാണ്. ചിങ്ങം രാശി. ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 22 വരെയാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. ചിങ്ങം രാശിയുടെ അധിപതി സൂര്യനാണ്. ഈ രാശിക്കാരുടെ വാഹനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള നിറം ചുവപ്പ്, മഞ്ഞ, കുങ്കുമം, വെളുപ്പ് എന്നിവയാണ്. കന്നി രാശി. ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 22 വരെയാണ് കന്നി രാശിയിൽ വരുന്നത്. ബുധനാണ് ഈ രാശിക്കാരുടെ അധിപതി. ഈ രാശിക്കാരുടെ വാഹനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള നിറം ചുവപ്പ്, ഇളം പച്ച, ചാരനിറം എന്നിവയാണ്. തുലാം രാശി. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 22 വരെയാണ് തുലാം രാശിയിൽ വരുന്നത്. ശുക്രനാണ് ഈ രാശിക്കാരുടെ അധിപതി. വെളുപ്പ്, പച്ച, കറുപ്പ് എന്നിവയാണ് ഈ രാശിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനത്തിന്റെ നിറം. വൃശ്ചികം രാശി. ഒക്ടോബർ 23 മുതൽ നവംബർ 21 വരെയാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. കുജനാണ് ഈ രാശിക്കാരുടെ അധിപതി. ചുവപ്പ്, മഞ്ഞ, കുങ്കുമം എന്നീ നിറങ്ങളാണ് ഈ രാശിക്കാരുടെ അനുയോജ്യമായിട്ടുള്ള വാഹന നിറം. ധനുരാശി. നവംബർ 22 മുതൽ ഡിസംബർ 21 വരെയാണ് ഈ രാശിയിൽ വരുന്നത്. ഗുരുവാണ് ധനുരാശിക്കാരുടെ അധിപതി. ചുവപ്പ്, മഞ്ഞ, കുങ്കുമം എന്നീ നിറങ്ങളാണ് ഈ രാശിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹന നിറം. മകരം. ഡിസംബർ 22 മുതൽ ജനുവരി 19 വരെയാണ് മകരം രാശിയിൽ വരുന്നത്. ശനിയാണ് ഈ രാശിക്കാരുടെ അധിപതി. ഈ രാശിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനത്തിന്റെ നിറം നീല, പച്ച, മഞ്ഞ എന്നിവയാണ്. കുംഭം രാശി. ജനുവരി 20 മുതൽ ഫെബ്രുവരി 21 വരെയാണ് കുംഭം രാശിയിൽ വരുന്നത്. ശനിയാണ് ഈ രാശിക്കാരുടെ അധിപതി. ഈ രാശിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനത്തിന്റെ നിറം നീല, പച്ച, മഞ്ഞ എന്നിവയാണ്. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 20 വരെയാണ് മീനം രാശിയിൽ വരുന്നത്. ഗുരുവാണ് ഈ രാശിക്കാരുടെ അധിപതി. ചുവപ്പ്, മഞ്ഞ, കുങ്കുമം എന്നീ നിറങ്ങളാണ് ഈ രാശിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനത്തിന്റെ നിറം. ഇതൊക്കെയും ഓരോ രാശിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനത്തിന്റെ നിറങ്ങളാണ്. ഇതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലും ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള നിറങ്ങൾ ഏതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഗ്രഹം സൂര്യൻ, നിറം ചുവപ്പ്, ദേവൻ ഓർ ദേവത ശിവൻ. ചന്ദ്രൻ, നിറം വെളുപ്പ്, ദുർഗ. കുജൻ, രക്തച്ചുവപ്പ്, സുബ്രഹ്മണ്യസ്വാമി. ബുധൻ, പച്ച, വിഷ്ണു ഭഗവാൻ. ഗുരു, മഞ്ഞ, ശിവഭഗവാൻ. ശുക്രൻ, വെളുപ്പ്, ഇളം പച്ച, ലക്ഷ്മി ദേവി. ശനി, കടും നീല, ത്രിമൂർത്തികൾ. രാഹു, ചാരനിറം, നാഗം. കേതു, വിവിധ നിറങ്ങള്, ഗണപതി. അപ്പോൾ ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായിട്ടുള്ള നിറങ്ങൾ. അപ്പോൾ നിറങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ തിരഞ്ഞെടുക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ഭാഗ്യ നമ്പർ അയാളുടെ ജനന തീയതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജനന തീയതി 3 ആണെങ്കിൽ അയാളുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ഒരാളുടെ ജനന തീയതി എന്ന് പറയുന്നത് 16 ആണെങ്കിൽ 1 + 6 7 എന്ന സംഖ്യ നമുക്ക് ലഭിക്കും. അപ്പോൾ ആ വ്യക്തിയുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 7 ആയിരിക്കും. നിങ്ങൾ ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗ്യ നമ്പറോ അതല്ലെങ്കിൽ 9 എന്ന ഒറ്റ സംഖ്യയോ വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പറായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ലഭിച്ച രജിസ്റ്റർ നമ്പറിലെ ഓരോ അക്കങ്ങളും കൂട്ടുമ്പോൾ ഒരു വ്യക്തിയുടെ ഭാഗ്യ അക്കമോ 9 ലഭിക്കുകയാണെങ്കിൽ ആ നമ്പർ വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ ആക്കാം.
മിക്ക ഫാൻസി നമ്പറുകളുടെയും ഉദാഹരണമായിട്ട് 9999, 3303 തുടങ്ങിയവയെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന തുക 9 തന്നെയാണ്. പലരും ഒരുപാട് ആഗ്രഹിച്ചെടുക്കുന്ന ഒരു വാഹനത്തിന്, ഒരുപാട് പണം മുടക്കി എടുക്കുന്ന വാഹനത്തിന് ഫാൻസി നമ്പേഴ്സ് ഒക്കെ തിരഞ്ഞെടുക്കാൻ മടി കാണിക്കാറില്ല. അത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വണ്ടിക്ക് ചെറിയ ഒരു തുക കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫാൻസി നമ്പേഴ്സ് കിട്ടും എന്ന് വരുമ്പോൾ അങ്ങനെ കൊടുത്ത് ഫാൻസി നമ്പേഴ്സ് എടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ ഇങ്ങനെ ഫാൻസി നമ്പർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ കൂടെ ഒന്ന് പരിഗണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ വാഹനങ്ങൾ വീട്ടിലെത്തിക്കുന്ന ദിവസത്തിനുമുണ്ട് പ്രാധാന്യം. വാഹനം ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന ദിവസവും സമയവും നല്ലതാണോ എന്ന് നോക്കണം. ചന്ദ്രന്റെ നിലയനുസരിച്ച് വേണം ദിവസം തിരഞ്ഞെടുക്കാനായിട്ട്. പൂർണ്ണ ചന്ദ്ര ദിവസത്തിന് 5 ദിവസം മുമ്പോ 5 ദിവസം ശേഷമോ വാഹനം സ്വന്തമാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ പൗർണമിക്ക് 6 മുതൽ 10 ദിവസം വരെ മുൻപോ പിൻപോ വാഹനം വാങ്ങുന്നതും മോശമല്ല. എന്നാൽ പൗർണമിക്ക് ശേഷം 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ വാഹനം വീട്ടിലെത്തിക്കുന്നതിന് ഒട്ടും തന്നെ ഗുണകരമല്ല. ഇനി വാഹനം വാങ്ങുന്ന ദിവസം പോലെ തന്നെ പ്രധാനമാണ് ആ സമയവും. രാഹുകാലത്ത് വാഹനം സ്വീകരിക്കരുതെന്ന് പൊതുവെ പറയാറുണ്ട്. അത് വളരെ ശരിയായിട്ടുള്ളൊരു വസ്തുതയാണ്. ഒരു ദിവസത്തിൽ 1.5 മണിക്കൂർ വീതം രാഹുകാലം ഉണ്ടാവാറുണ്ട്. ഈ സമയം വാഹനത്തിന്റെ താക്കോൽ സ്വീകരിക്കുന്നതിന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ദിവസത്തെയും രാഹുകാലത്തിന്റെ സമയം ഞാനൊന്ന് പറയാം. ഞായറാഴ്ച വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയാണ് രാഹുകാലം വരുന്നത്. തിങ്കളാഴ്ച രാവിലെ 7:30 മുതൽ 9 മണി വരെയാണ് രാഹുകാല സമയം. ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4:30 വരെയാണ് രാഹുകാല സമയം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 വരെയാണ് രാഹുകാല സമയം വരുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയാണ് രാഹുകാലം വരുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 12 മണി വരെയാണ് രാഹുകാലം വരുന്നത്. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 10:30 വരെയാണ് രാഹുകാലം വരുന്നത്. ഈ ഒരു രാഹുകാല സമയം നിർബന്ധമായിട്ടും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സമയമാണ്. വാഹനം വാങ്ങിക്കുന്ന സമയത്ത് മാത്രമല്ല, മറ്റു പല ഘട്ടങ്ങളിലും ഈ ഒരു രാഹുകാല സമയത്തെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് വാഹനത്തിന്റെ അലങ്കാര പണികൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. വാഹനങ്ങളിൽ ചിലരെങ്കിലും ദൈവങ്ങളുടെ ചിത്രങ്ങളോ ചെറുവിഗ്രഹങ്ങളോ ഒക്കെ വെക്കാറുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ വിഘ്നേശ്വരന്റെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിന്റെ കാരണം എന്ന് പറയുന്നത് കേതുവുമായി ബന്ധപ്പെട്ട ദേവൻ ഗണപതിയാണ്. തടസ്സങ്ങളോ അപകടങ്ങളോ ഒഴിഞ്ഞു പോകുന്നതിന് വിഘ്നേശ്വരനെ പൂജിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വാഹനത്തില് ഗണപതിയുടെ വിഗ്രഹം സൂക്ഷിക്കുന്നത് ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് സഹായിക്കും എന്നാണ് വിശ്വാസം. ഇനി പുതിയ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിലെ ആദ്യ യാത്ര ദേവാലയങ്ങളിലേക്കാകുന്നതാണ് ഏറ്റവും ഉത്തമം. വിഘ്നേശ്വര ക്ഷേത്രങ്ങളോ ഹനുമാൻ ക്ഷേത്രങ്ങളോ സന്ദർശിക്കുന്നതും വാഹനപൂജ ചെയ്യിക്കുന്നതും മഹത്തരമാണ്. പലരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. എന്നിരുന്നാലും ചിലരെങ്കിലും അവരുടെ സ്വപ്നവാഹനം സ്വന്തമാക്കുന്ന സമയത്ത് സ്വപ്നങ്ങളിൽ കണ്ടതുപോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാറുണ്ട്. എവിടേക്ക് പോകുന്ന സമയത്തും അതിന് മുന്നേ ആയിട്ട് ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞതിന് ശേഷം പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്നെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് ഒരു വാഹനം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്വന്തമാക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാങ്ങിക്കുന്ന വാഹനം നല്ലതിനായിട്ട് ഉപകരിക്കപ്പെടും. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.